ഭീകരാക്രമണത്തിന് ശേഷം അതിവേഗം ഭീകരർ അപ്രത്യക്ഷമായി. അടിയന്തര രക്ഷാപ്രവർത്തനത്തിനൊപ്പം തന്നെ സേനയുടെ വിവിധ വിഭാഗങ്ങൾ ഭീകരർക്കായുള്ള തിരച്ചിലും ആരംഭിച്ചിരുന്നു. ആക്രമണത്തിന് മുന്നേയുള്ള ദിവസങ്ങളിൽ ഭീകരർ ബൈസൺ വാലിയിൽ എത്തിയെന്നതിനും തെളിവുകളുണ്ട്. ലഷ്കർ ഇ തൊയ്ബയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് പെഹൽഗാമിലെ ആക്രമണത്തിന് പിന്നിൽ. എല്ലാ സഹായങ്ങളും വരുന്നത് പാകിസ്ഥാനിൽ നിന്നെന്ന് വ്യക്തം. ആക്രമണത്തിന് മുന്നേ ഭീകരർ ബൈസൺ വാലിയിലെത്തി സാഹചര്യം മനസ്സിലാക്കിയിരുന്നു. ഏപ്രിൽ 22-ന് ബൈസൺ വാലി തുറന്നുകൊടുത്തത് സുരക്ഷാ സേനയുടെ അറിവോടെയല്ലായിരുന്നുവെന്നാണ് സർവകക്ഷി യോഗത്തിൽ കേന്ദ്രം വ്യക്തമാക്കിയത്. സേനാ സാന്നിധ്യം അകലെയായിരുന്നുവെന്നതും ഭീകരർക്ക് വേഗത്തിൽ രക്ഷപ്പെടാനുള്ള അവസരമായി. പാകിസ്ഥാനിൽ കമാൻഡോ പരിശീലനം നേടിയിട്ടുള്ള ആസിഫ് ഫൗജി, പാക് സ്വദേശികളായ സുലൈമാൻ ഷാ, അബു തൽഹ, അനന്താഗ് സ്വദേശിയായ ആദിൽ തോക്കർ എന്നിവരാണ് പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇവർക്ക് സഹായം ചെയ്ത് ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനിയായ ആസിഫ് ഷെയ്ഖിനെ ഷോപ്പിയാനിൽ നടന്ന ഓപ്പറേഷൻ നാദറിൽ സേന വധിച്ചു. മറ്റുള്ളവർക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഭീകരവാദികൾക്ക് സഹായം ചെയ്തു നൽകിയവരുടെ വീടുകളടക്കം സേന തകർത്തു. NIA ആണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. പ്രദേശവാസികളിൽ പലരും NIAയുടെ ചോദ്യമുനയിലാണ്. അന്നാട്ടുകാരുടെ ജീവിതവും പ്രതിസന്ധിയിലായി. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഭീകരരുടെ ക്രൂരതയ്ക്ക് നമ്മൾ നൽകിയ മറുപടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം കണ്ടു. ഒപ്പം കശ്മീരിനെയും പെഹൽഗാമിനെയും ഏപ്രിൽ 22-ന് മുന്നേയുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ശ്രമം തുടരുന്നുണ്ട്. അതും ഭീകരവാദികൾക്കുള്ള മറുപടി തന്നെ.